തങ്ങളെ ഇത് നമ്മളെ സാബിസ് ഫ്രാഗ്രൻസിന്റെ 3rd എഡിഷൻ ആയിട്ട് ഇറക്കിയതായിരുന്നു. നമ്മളെ ഉമ്മാന്റെ പേരിലെ ഉമ്മാന്റെ പേര്. നല്ല ആരെ ആകർഷിക്കുന്ന ആളല്ലോ, അള്ളാഹുൻ്റെ സുഖക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലോ സുഗന്ധം എന്ന് പറഞ്ഞത്. എന്ത് ഷാഫിമാൻ പറഞ്ഞത്, അമൻ നൽഫു കല്ല ഹമ്മഹു അമൻ താബരീഹു സാദഹു. എപ്പോഴും നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ആകാൻ ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല പെർഫ്യൂംസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബുദ്ധിവർദ്ധനവിന് വളരെ നന്നായിരിക്കും എന്നുള്ളത്. ഏറ്റവും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 സാധനങ്ങൾ, ഒന്ന് സുഗന്ധമുള്ള പെർഫ്യൂംസാണല്ലോ പറഞ്ഞത്. മാത്രമല്ല ഏത് സാധനം തന്നാലും വേണ്ട എന്ന് പറയണം. അപ്പോൾ സുഗന്ധം തരികയാണെങ്കിൽ വേണ്ടത് പറയാം പാടില്ല, അത് വേഗം സ്വീകരിക്കണം. സുഗന്ധത്തിൽ എത്ര കാശ് ചിലവാക്കിയാലും അത് നല്ല ഊതുകളൊക്കെ ഇപ്പോൾ അറബികളൊക്കെ ഏറ്റവും കൂടുതൽ ഹദിയ കൊടുക്കുന്നതും നല്ല ഊതുകൾ ആയിരിക്കുന്നുള്ളത്. ഒരാൾ മണക്കുമ്പോൾ അതൊരു സദക്കയാണ്. ഇത് ഇപ്പം ഞാനിപ്പോൾ കുറേ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല എന്നല്ല ഞാൻ എമ്പൊക്കെ മറ്റൊക്കെ കൊടുക്കും. അതേ ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്കും എൻ്റെ പരിസരത്തുള്ള ഞാൻ സഞ്ചരിക്കുന്നിടത്തൊക്കെ ഈ 100 കണക്കിന് ആളുകൾക്കത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിരിക്കുമല്ലോ. കാരണം നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കലാണ്. കാരണം നമ്മൾ നിന്ന് ഒരു ദുർഗന്ധം ഒരിക്കലും വരാൻ പാടില്ലല്ലോ. അതെൻ്റെ ആവശ്യത്തിനല്ലാതെ എപ്പോഴും മറ്റുള്ളവരെ പരിഗണിക്കലാണ്. ഞാൻ ഇപ്പോൾ പെർഫ്യൂം യൂസ് അത് നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. നിങ്ങൾ പെർഫ്യൂംസ് ഉപയോഗിച്ചാൽ അതെനിക്ക് വലിയ സന്തോഷമായിരിക്കും. എല്ലാവരും സന്തോഷിപ്പിക്കലാണ്. പ്രിയപ്പെട്ട മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു പുതുനാരിയെ കൊണ്ടുവന്നപ്പം പറഞ്ഞ 2 കാര്യമാണ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഒന്ന് മൂക്ക് ശ്രദ്ധിക്കണം, മറ്റൊന്ന് കണ്ണ് ശ്രദ്ധിക്കണം. എപ്പോഴും നല്ല സുഗന്ധമായിരിക്കണം. അതാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ മുമ്പിലൊക്കെ ഏത് സമയത്താണെങ്കിലും ഒരു പെണ്ണ് നല്ല പെർഫ്യൂം ഉപയോഗിച്ച് കഴിഞ്ഞു കണ്ണ് നോക്കി എപ്പോഴും നല്ല പുഞ്ചിരിക്കുന്ന നല്ലൊരു ആകർഷണീയായ വശ്യാശൈലി ആയിരിക്കണം. തീർച്ചയായിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല ഞങ്ങളിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാഭത്തിൽ നിന്ന് വലിയൊരു വിഹിതം പാവപ്പെട്ട എത്രയോ ആയിരക്കണക്കിന് നമ്മളൊക്കെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഹോസ്റ്റലും മറ്റൊക്കെ എത്ര ആൾക്കാരാണ് കുടുംബ പട്ടിണി ഒരു നേരത്തെ വിഭവത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നത്. അവരിലേക്ക് അത് എത്തുന്നവർ ഉണ്ടാകുന്ന സന്തോഷം ഞാൻ വലിയ സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷം.